ഹേ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ത്രില്ലർ ജോൺറയിൽ ഇറങ്ങിയ ഈ അടുത്തിടെ ഞാൻ കണ്ട മികച്ച 5 സീരീസ് അല്ലെങ്കിൽ ലിമിറ്റഡ് സീരീസിനെ പറ്റിയാണ്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ. അറ്റ് നമ്പർ 5, ദി അമേരിക്കൻ മർഡർ ദ ഫാമിലി നെക്സ്റ്റ് ഡോർ എന്ന ലിമിറ്റഡ് സീരീസാണ്. അമേരിക്കയിൽ നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി റിയൽ ക്യാരക്ടേഴ്സിനെ കാണിച്ചും ഇൻ്റർവ്യൂ വഴിയും കഥ കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ടൈപ്പ് സീരീസാണിത്. എന്നാൽ ഡോക്യുമെൻ്ററിയുടെ ഒരു ലാഗും ഇല്ലാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ തൻ്റെ ഭാര്യയും മക്കളെയും കാണാനില്ല എന്ന ഭർത്താവിൻ്റെ പരാതിയിൽ തുടർന്നുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസ്. എൻഡിങ് ഒക്കെ വളരെ ഇമോഷണലായിട്ട് തോന്നി. ഒട്ടും ലാഗില്ലാതെ തന്നെ ഭയങ്കര ഭംഗിയായി കാണിച്ചിരിക്കുന്ന ഒരു സീരീസാണ്. ഒന്ന് കണ്ടു നോക്കും. അറ്റ് നമ്പർ 4 എനിക്ക് തോന്നിയത് ദ റിപ്പർ എന്ന സീരീസാണ്. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിൽ 1980s നടന്ന 13 പ്രോസ്റ്റിറ്റ്യൂട്ട് സ്ത്രീകളെ കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറിൻ്റെ അന്വേഷണം കാണിക്കുന്ന ഒരു സീരീസാണ്. ഇതിലും റിയൽ സീൻസും ഇൻ്റർവ്യൂസും ഓർമ്മകൾ പങ്കുവെക്കുന്ന സീനും പിന്നെ ചില സീൻസൊക്കെ ആക്ട് ചെയ്തും കാണിച്ചിട്ടുണ്ട്. പക്ഷെ പല സീനുകളും പേടിപ്പിക്കുന്ന ഒരു അനുഭൂതിയാണ് എനിക്കുണ്ടായത്, പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റിലെ സീൻസൊക്കെ. നിങ്ങൾ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കൂ. അറ്റ് നമ്പർ 3 എനിക്ക് തോന്നിയത് മലയാളത്തിൽ തന്നെ സീരീസായ കേരള ക്രൈം ഫയൽസ്, ഷിജു പാറയിൽ വീട് നീണ്ടകര എന്ന സീരീസാണ്. ഇൻട്രസ്റ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് ആയ സ്റ്റോറി ലൈനിനോടൊപ്പം ഇതിലെ ക്യാരക്ടർ ഗ്രാഫ്സും അവരുടെ ബാക്ക് സ്റ്റോറീസും ഒക്കെ വളരെ ഭംഗിയായിട്ട് എടുത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇതിന് 3rd പ്ലേസ് ഇടാൻ കാരണം. ഒരു ലോഡ്ജിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതിനെ തുടർന്നുള്ള കേസ് അന്വേഷണവുമാണ് സീരീസിൽ. നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അറ്റ് നമ്പർ 2 ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് കറി ആൻഡ് ദ സൈനൈഡ് ദ ജോളി ജോസഫ് കേസാണ്. കൂടത്തായിൽ നടന്ന 6 കൊലപാതകത്തിൻ്റെ കഥ പറയുന്ന ഒരു കിടിലൻ സീരീസ്. ഇതും റിയൽ ക്യാരക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂവും പിന്നെ കുറേ സ്റ്റേജ്ഡ് സീൻസും റിയൽ ഫോട്ടോസൊക്കെ വെച്ചെടുത്ത ഒരു അടിപൊളി സീരീസാണ്. അതിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വിഷ്വൽസും ഒക്കെ സീരീസിനൊരു സ്കേറി മൂഡ് കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. സീരീസിലെ കുറേ ലാക്ക് ഓഫ് എവിഡൻസ് പിന്നെ ഒരാളുടെ പെർസ്പെക്റ്റീവിൽ പറയുന്ന സ്റ്റോറി പോലെയൊക്കെ തോന്നി. എങ്കിൽ കൂടി കണ്ടിരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫൈനലി അറ്റ് നമ്പർ 1, ദ നൈറ്റ് സ്റ്റോക്കർ. അമേരിക്കയിൽ 1980s നടന്ന കുറേ സെക്ഷൽ അസോൾട്ടും കൊലപാതകത്തിൻ്റെയും കേസ് അന്വേഷണമാണ്. കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സീരിയൽ കില്ലർ. പ്രേക്ഷകരെ കൂടെ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുന്ന പോലത്തെ ഒരു രീതിയാണ് ഈ സീരീസിന്. നമുക്കും ഓരോ തെളിവ് കിട്ടുമ്പോൾ ആ ഒരു ബിൽഡപ്പ് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വിഷ്വൽസൊക്കെ വളരെ സ്കെയറിയാണ്, ഇൻട്രസ്റ്റിങ്ങുമാണ്. ലാസ്റ്റിൽ സാത്താൻ വർഷിപ്പൊക്കെ ആ ഒരു കോൺസെപ്റ്റുമൊക്കെ വരുമ്പോഴത്തേക്ക് സീരീസിന് കുറച്ചും കൂടെ ഒരു സ്കെയറി ചില്ലിങ് ഫീലിംഗ് ഒക്കെ വരുന്നത് പോലെ തോന്നി. ഒരു മസ്റ്റ് വാച്ച് സീരീസാണ് ഈ ജോൺറയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്